ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ദിവസമാണിന്ന്. ശിവഗിരിയിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് വരുന്നു, മന്ത്രിമാർ പോകുന്നു, ഒരുപാട് ആളുകൾ പോകുന്നു. ഇതിനിടയിലാണ് ഗുരുദേവനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വരുന്നു, പ്രസംഗങ്ങൾ വരുന്നു, വീഡിയോകൾ വരുന്നു, എല്ലാ കാര്യവും വരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഗുരുദേവനെ അവതരിപ്പിക്കുന്നത് സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചെന്നുള്ള ഒരു ആൾ എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും പ്രധാന കാരണം, ഒരു കുട്ടിയോട് പരീക്ഷ എഴുതാൻ പറഞ്ഞപ്പോൾ കുട്ടി പഠിച്ചുകൊണ്ട് പോയത് തെങ്ങിനെക്കുറിച്ചാണ്. പക്ഷേ പരീക്ഷയ്ക്ക് വന്നത് പശുവിനെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ കുഞ്ഞ് എഴുതിയ കുട്ടി വളരെ ബുദ്ധിപൂർവ്വം പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടി, എന്നിട്ട് തെങ്ങിനെ വർണ്ണിച്ചു. അവസാനം പശുവിനെ അഴിച്ചുകൊണ്ട് പോയി എന്ന് എഴുതി. പക്ഷേ എന്തായാലും പലയിടത്തും പശു എന്ന് പറയുന്നു, പശു വിളിച്ചു, പശു കരഞ്ഞു, പശുവിന് അഴിച്ചുകൊണ്ട് പോയി എന്ന് പലയിടത്തും പശു എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ എന്നാൽ കൂടുതലും വർണ്ണിച്ചിരിക്കുന്നത് തെങ്ങിനെക്കുറിച്ചാണ്. മാർക്ക് കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്ന പോലെ സനാതനധർമ്മത്തെ ആദ്യം കൊണ്ടുപോയി വർണ്ണാശ്രമത്തിൽ കെട്ടും, വർണ്ണാശ്രമത്തെ കൊണ്ടുപോയി ജാതി വ്യവസ്ഥയിൽ കെട്ടും, ജാതി വ്യവസ്ഥയെ കൊണ്ട് ഐത്തത്തിൽ കെട്ടും, ഐത്തത്തിൽ കെട്ടിട്ട് കീഴാള, മേലാള, ബ്രാഹ്മണക്കൽ, ഹൈജിമണി എന്ന് അതെല്ലാം കൊണ്ട് കെട്ടി, ഇങ്ങനെ കുറ്റി മാറ്റി കെട്ടി ഗുരുദേവനെ ഒരു സനാതന വിരുദ്ധനാക്കി അവതരിപ്പിക്കും. യഥാർത്ഥത്തിൽ ഗുരുദേവൻ ആരായിരുന്നു എന്നത് ദയവ് ചെയ്ത് എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഗുരുദേവൻ സനാതന ധർമ്മമാണ് മുഴുവൻ പറഞ്ഞതും പ്രചരിപ്പിച്ചതും. ഗുരുദേവൻ 134 ക്ഷേത്രങ്ങൾ പണിതു. ഒരു പള്ളിയും പണിതില്ല, ഒരു മോസ്കും പണിതില്ല, ഒരു ചർച്ചും പണിതില്ല. മുഴുവൻ ക്ഷേത്രങ്ങളാണ് പണിതത്. അവിടെ മുഴുവൻ വെച്ചത് കളവങ്കോട് ക്ഷേത്രം ഉൾപ്പെടെ, ചേർത്തലയ്ക്കടുത്തുള്ള ക്ഷേത്രത്തിൽ ഉൾപ്പെടെ മുഴുവൻ സ്ഥലത്തും വിഗ്രഹാരാധന നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ ഓം ശാന്തി എന്ന് എഴുതിയിട്ടുമുണ്ട്. അതുപോലെ കാലാതീതമായ ഒരു ധർമ്മമാണ് സനാതനധർമ്മം. കാലാതീതമായ കാര്യങ്ങളാണ് ഗുരുദേവൻ പറഞ്ഞത്. ജന്മം കൊണ്ട് ജാതി വ്യവസ്ഥയില്ല എന്നാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. അതിനെക്കൊണ്ട് കെട്ടിപ്പോയതുകൊണ്ട് പ്രശ്നമാണ്. ഗുരുദേവനും ജാതി എന്ന് പറയുന്ന ജാതി ഭേദം പാടില്ല എന്നാണ്. ജാതി പാടില്ല എന്ന് പറയുന്നില്ല, ജാതി ഭേദം, മതദ്വേഷം ഏതുമില്ലാതെ, ജാതി ഇല്ല എന്നും ഗുരുദേവൻ പറയുന്നില്ല. അത് ഞാൻ അടുത്തിലേക്ക് വരാം. അവസാനം ഒരു പ്രാവശ്യം ഗുരുദേവൻ ജാതി ഇല്ല എന്ന്, നമുക്ക് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞാൽ ആ കോൺടെസ്റ്റിലേക്ക് വരാൻ ഞാൻ. പക്ഷേ അപ്പോൾ ആദ്യം ഈ കോൺടെസ്റ്റ് പഠിക്കുക. ഈ കോൺടെസ്റ്റിൽ ജാതി ഭേദം എന്ന് പറഞ്ഞാൽ ജാതികൾ തമ്മിലുള്ള ഭേദം വേണ്ട, മതദ്വേഷം, മതത്തിൻ്റെ പേരുള്ള വിദ്വേഷം വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അടിസ്ഥാനം, സർവ്വതും ഒന്ന് തന്നെ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. ഏകം സത് വിപ്ര ബഹുദാ വദന്തി എന്ന് പറയുന്ന ഒരു സങ്കല്പം, അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഗുരുദേവനെയും മുമ്പോട്ട് കൊണ്ടുപോയി. ജാതിയുണ്ടോ മനുഷ്യന്, മനുഷ്യനുണ്ടോ ജാതിക്ക് എന്നൊക്കെ പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഗുരുദേവൻ. ഒരു യോനിയിൽ നിന്ന് വരുന്നവരല്ല, അല്ലെങ്കിൽ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നവരല്ല, അല്ലെങ്കിൽ ഗർഭപാത്രങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം ഒരേ മനുഷ്യരാണ്. അവരെ ജാതി ഭേദം വെച്ചുകൊണ്ട്, മതവിദ്വേഷം വെച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ഒറിജിനൽ പൊതുവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ആത്മോപദേശ ശതകമാകട്ടെ സംസ്കൃതത്തിലാണ് എഴുതിയത്. പിന്നെ അത് മലയാളത്തിൽ വന്നിട്ടുണ്ട്. 100 ശ്ലോകങ്ങളാണ് എഴുതിയത്. സനാതനധർമ്മത്തിൻ്റെയും പുരാണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെ രാമായണത്തിൻ്റെ ഒക്കെ വഴിയിലാണ് ശ്ലോകങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. അദ്വൈത വേദാന്തത്തിൻ്റെ ഒരു സാരാംശമാണ് ആ ശ്ലോകങ്ങളെല്ലാം തന്നെ. അഹങ്കാരവും അജ്ഞാനവും മോക്ഷവും ആത്മസ്വരൂപവും ഇതെല്ലാം തന്നെയാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. അറിയുന്നവനും അറിയുന്നതും അറിവും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരാശയം. ദർശനമാല സംസ്കൃതത്തിൽ എഴുതി, അത് മലയാളത്തിൽ വന്നു. അതിൻ്റെ 10 ദർശനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ശങ്കര പ്രമാണം മുതൽ മോക്ഷം വരെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെയാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. ശങ്കരാചാര്യൻ്റെ അദ്വൈതത്തിന് വ്യാഖ്യാനം എഴുതി. ആത്മാവും ബ്രഹ്മാവും ഒന്നാണെന്ന ഉപദേശ ഗ്രന്ഥം എഴുതി. അതായത് വേദാന്ത സൂക്തങ്ങൾ കുറേ എഴുതി. ജാതി നിർണയം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ശിവശതകം എഴുതി. ശിവനെ ധ്യാനയോഗത്തിലൂടെ വ്യാഖ്യാനിക്കുന്ന ശിവൻ എന്ന് പറയുന്നൊരു ബോധസ്വരൂപമാണ്. ഇത് തന്നെയാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. അത് ദൈവശതകം എന്ന് പറയുന്ന ദൈവദശകം മലയാളത്തിൽ എഴുതി. ലളിതമായ ഭാഷയിൽ വളരെ ലളിതമായ സർവത്വ ദൈവം എന്ന് പറയുന്ന, ദൈവമേ കാത്തുകൊള്ളണേ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലുള്ള പുസ്തകം എഴുതി. അനുകമ്പാ ദശകം, അതും വളരെ മനോഹരമായ കരുണ, ദയ, ഒരു ഉറുമ്പിന് പോലും പീഡ വരുത്താതെ അത് സകല ചരാചരങ്ങളിലും ജീവനുണ്ടെന്നും സകലതിലും പുനർജന്മ സിദ്ധാന്തത്തിലൂടെ നമ്മൾ തന്നെയാണ് എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒന്നാണെന്നും അതെല്ലാം ഈ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ ഒരു സനാതന ധർമ്മത്തിലേക്കാണ് ഗുരുദേവൻ എല്ലാവരെയും കൊണ്ടുചെന്ന് പോകുന്നത്. അദ്വൈത ദീപിക എന്ന് പറയുന്ന പുസ്തകം എഴുതി. അദ്വൈതത്തിൻ്റെ വെളിച്ചം പറയുന്ന ഒരു പുസ്തകമാണ്. ബ്രഹ്മജ്ഞാനത്തിൻ്റെ വഴിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്.
അതുപോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ കൃതികൾ ധാരാളം എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനകൾ, ശ്ലോകങ്ങൾ, കത്തുകൾ എഴുതി, വാക്യങ്ങൾ എഴുതി, ആശ്രമോപദേശങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ അദ്വൈത സിദ്ധാന്തമാണ് ഗുരുദേവൻ പറഞ്ഞത്. ഒരുപക്ഷെ ആദിശങ്കരനേക്കാൾ ലോകം അറിയപ്പെടേണ്ടിയിരുന്നത് ഗുരുദേവനെയാണ്. ആദിശങ്കരനെ കേരളത്തിലുള്ളവർ അറിയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആദരിക്കുന്നില്ല. മറ്റ് രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ആദരിക്കുന്നു. ഗുരുദേവനെ നമ്മൾ ആദരിക്കുന്നു, മറ്റുള്ളവർ ആദരിക്കുന്നില്ല. പക്ഷെ അത് എടുത്തു പോകാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഉള്ളത്. ആ ജാതി വിരുദ്ധതയെക്കുറിച്ച് ഗുരുദേവൻ നന്നായി പറഞ്ഞു. ബുദ്ധിയും ഹൃദയവും ആത്മജ്ഞാനത്തെക്കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിലാണ് പറഞ്ഞത്. പിന്നെ എവിടെയാണ് എനിക്ക് ജാതിയില്ല, നമുക്ക് ജാതിയില്ല, മതമില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് കൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് ഗുരുദേവൻ്റെ ആ കാലഘട്ടത്തിലെ, അത് ഗുരുദേവൻ അവിടെ പിന്നെ ശിവവിഗ്രഹം പ്രതിഷ്ഠ നടത്തുമ്പോഴും ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അന്നത്തെ ഒരുപാട് ആളുകൾ ഗുരുദേവൻ്റെ ശിഷ്യന്മാരായിട്ടും സഹപ്രവർത്തകരായിട്ടും ഗുരുവുമായിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ഗുരുദേവനെ സംസ്കൃതം പഠിപ്പിച്ചിട്ടുള്ള ആശാനുണ്ട്. അദ്ദേഹം ഈഴവ സമുദായത്തിൽ ജനിച്ച ആളല്ല, മാവേലിക്കരയുള്ള. ഗുരുദേവൻ ഗുരുവായി കാണുന്ന ഘടയോഗമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പല ഗുരുക്കന്മാരുണ്ട്. എങ്കിലും സന്യാസ ദീക്ഷ കൊടുത്ത ഗുരു എന്ന് പറയുന്നത് ഘടയോഗം പഠിപ്പിച്ച തൈക്കാട് അയ്യാ ഗുരു ആണ്. അയ്യാ ഗുരു എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളല്ല. ഞാൻ സമുദായം പറഞ്ഞതല്ല, കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞതാണ്, ഡേറ്റ പറഞ്ഞതാണ്. ചട്ടമ്പിസ്വാമികൾ ഈ സമുദായത്തിൽപ്പെടുന്ന ആളല്ല. അതുപോലെ തന്നെ അന്നത്തെ ലക്കളിലപ്പ, ഫെർമണ്ണാണ്ടസ് തുടങ്ങിയ ഒരുപാട് ആളുകൾ, എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ, പിന്നെ സോതി തിരുനാൾ, അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ, കൊട്ടാരത്തിലുള്ളവർ ഒക്കെ ഈ അയ്യാ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ട് നിൽക്കുകയും അവരെല്ലാവരും ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള വലിയ ബന്ധം ഉണ്ടായിരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, നായർമാർ, നമ്പൂതിരിമാർ, ഒത്തിരി ആളുകൾ ഗുരുദേവനെ എൻ്റെ ശിഷ്യഗണത്തിൽ വരികയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് എല്ലാ ഹിന്ദുമതത്തെക്കുറിച്ചാണ് ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും സനാതന ധർമ്മത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരുദേവന് ക്രിസ്തീയ മുസ്ലിം മതങ്ങളെക്കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയും, എന്നാൽ ഒരു സർവ്വമത സമ്മേളനം നടത്തിക്കളയാം എന്ന് വിചാരിച്ച് ആലുവയിൽ സർവ്വമത സമ്മേളനം നടക്കുകയും ആ സർവ്വമത സമ്മേളനത്തിൽ വെച്ച് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിങ്ങളുടെയും ആചാര്യന്മാരൊക്കെ വന്ന് അവിടെ സംസാരിക്കുകയും അതിൽ നിന്ന് എല്ലാ മതങ്ങളിലും ഒരു സാരമാണ് ഉള്ളതെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഗുരു എത്തുകയും അതുകൊണ്ട് വർക്കലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു സർവകലാശാല തന്നെ, ഒരു യൂണിവേഴ്സിറ്റി തന്നെ വർക്കലയിൽ തുറക്കണം എന്ന് ഗുരു പറഞ്ഞെങ്കിലും നാളിതുവരെ അത് നടന്നിട്ടില്ല. അത് നടക്കേണ്ടതാണ്. അവിടെ ചെറിയ പാഠശാല ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു യൂണിവേഴ്സിറ്റി അവിടെ നടത്തേണ്ടതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ വർക്കലക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും സർവ്വമത പാഠശാല എന്ന ഒരു യൂണിവേഴ്സിറ്റി സനാതന ധർമ്മത്തിന് വേണ്ടി നടത്താൻ കഴിയേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഗുരുദേവൻ ഏത് കോണ്ടസ്റ്റിലാണ്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, ഏത് കോണ്ടസ്റ്റിലാണ് നമുക്ക് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈഴവരായിട്ടുള്ള ഒരുപാട് പ്രമാണിമാരും ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ട് പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു സ്പേസിലേക്ക്, ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെ സ്പേസിലേക്ക് ഒരുപാട് നായർമാരും നമ്പൂതിരിമാരും ബ്രാഹ്മണന്മാരും മറ്റു പല ആളുകളും, ഈവൻ ക്രിസ്ത്യാനികളും ഉള്ള അടക്കമുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങൾ അത്ര വന്നിട്ടില്ലായിരുന്നു, ആളുകളൊക്കെ വരുന്ന കണ്ടപ്പോൾ ഈഴവ പ്രമാണിമാരായ കുറച്ച് പേർ ഗുരുവിനോട് പരാതി പറഞ്ഞു. അതെന്താണ്, നമ്മുടെ SNDP വരാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഈഴവരല്ലാത്തവർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഗുരുദേവൻ പറഞ്ഞത്, ഇറങ്ങി പൊക്കോണം, ഇവിടെ കിടന്ന് വിലച്ചിലെടുക്കരുത്, നമുക്ക് ജാതിയും മതമൊന്നുമില്ല. ഇതൊരു കോണ്ടസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ, മൊത്തത്തിൽ ഗുരുവിനെ പുനർവായിക്കുമ്പോൾ ഇന്ത്യൻ സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള, ഇന്ത്യൻ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ജാതി വ്യവസ്ഥ ഇല്ലാത്ത ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അത് തന്നെയാണ്, ആ സനാതന ധർമ്മം തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വേദാന്തിയും ഏറ്റവും നല്ല വേദനിരൂപകനും ഏറ്റവും വലിയ സനാതന ധർമ്മിയും ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. അങ്ങനെ കൂടി വായിക്കേണ്ടതുണ്ട്.